അറ്റ്ലാന്റ മെഴ്സഡീസ് ബെൻസ് സ്റ്റേഡിയം, ഇംഗ്ലണ്ട് വേഴ്സസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കളിയുടെ മുഴുവൻ സമയവും ഇംഗ്ലണ്ടിന്റെ അപ്രമാദീതമായ തേരോട്ടമായിരുന്നു പിച്ചില്. കൊന്തായിരുന്നു. ആദ്യത്തെ 60 മിനിറ്റ് മനുഷ്യന് നല്ല ജീവൻ പോയി. അതുപോലത്തെ ഗെയിമാണ് കോങ്കോ കളിച്ചത്. ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിന്റെ പാഴ്ചകൾ കൃത്യമായിട്ട് കാണായിരുന്നു. പെനാൽറ്റി ഏരിയയിലേക്ക് മൂവ് ചെയ്തിരുന്ന 2 പേരെ ഫോളോ ചെയ്യുന്നതിന് പകരം ഇംഗ്ലണ്ടിന്റെ റൈറ്റ് ബാക്ക് സ്പെൻസ് ഒരാളെ മാത്രം ഫോളോ ചെയ്ത് പോയപ്പോഴേ തോന്നി ഇപ്പൊ കിട്ടുന്നു. ഇതാർക്കുന്നു സിപ്പെങ്ക, ഒരു ഹാർഡ് ലോ സ്ട്രൈക്ക് നിയർ ദ പോസ്റ്റ്. പിക്ഫോർഡിന് സേവ് ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും ഇല്ലായിരുന്നു. 1-0 കോങ്കോയുടെ ആദ്യ ഗോൾ ഇൻ വേൾഡ് കപ്പ് നോക്കൌട്ട് സ്റ്റേജ്. പിന്നെ കുറച്ചു നേരം ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സ് പാനിക്കായ പോലെ തോന്നി, റഷ്ഡ്, ഡെസ്പറേറ്റ്. ആ സമയമെല്ലാം അപ്പുറത്തെ ഗോൾ പോസ്റ്റിൽ ഒരു മനുഷ്യൻ വൻമതിൽ പോലെ നിന്നു. കോങ്കോയുടെ ഗോൾ കീപ്പർ ലയണൽ എംപസി. ബെല്ലിംഗ്ഹാമിന്റെ പവർഫുൾ ഹെഡർ, എംപാസെ സേവ്. ഹാരി കെയിന്റെ ക്ലോസ് റേഞ്ച് എഫേർട്ട്, അതും സേവ്. ഹാഫ് ടൈം കഴിഞ്ഞ് ഗോർഡനും സാക്കെ ഇറങ്ങിയപ്പോ കളി മാറി. പിന്നെതാ ഹാരി കെയിൻ, ഇംഗ്ലണ്ടിന്റെ മിന്നൽ മുരളി, ദ ക്യാപ്റ്റൻ ഹു ഓൾവേസ് ആൻസേഴ്സ്. പിന്നെ ഇംഗ്ലണ്ടിന്റെ കംബാക്ക് ആയിരുന്നു. ടെക്നിക്കലി പ്രിസൈസ്, ഇമോഷണലി ഓണസ്റ്റ്. 75-ാമത്തെ മിനിറ്റില് ഗോർഡന്റെ ക്രോസിൽ കെയിൻ ഒരു ഹെഡർ, 1-1. 86-ാമത്തെ മിനിറ്റില് കെയിൻ ഓക്സിഡിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ലോ ഡ്രൈവ് ടു റൂഫ് ഓഫ് ദ നെറ്റ്, 2-1. എന്തായാലും ഘാനയിലെ മന്ത്രവാദിയുടെ ശാപമൊക്കെ തീർന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇംഗ്ലണ്ട് ജയിച്ചു. പക്ഷെ കോങ്കോ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നത് തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ്. അടിച്ച ഗോളുകളെക്കാളും ഒക്കെ കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികളുടെ സ്നേഹവും ബഹുമാനവും കൊണ്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. വെൽ പ്ലേഡ്.